ആവണി, നീ അമ്മളെയും കൂട്ടി അകത്തോട്ട് കയറി വാ. അല്ല, ഇപ്പൊ ഞാൻ വീട്ടിൽ കയറി കഴിഞ്ഞാൽ വീട്ടിലെ സമാധാനം പോവില്ലേ? ഓ, അല്ലെങ്കിൽ ഇപ്പൊ ഭയങ്കര സമാധാനമാണല്ലോ. വന്നേ. ഞാൻ വണ്ടി നേരിട്ട് ഓൻ ഇവളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. ഞാൻ ഉണ്ടാവും. ആവണി, നീ ഒറ്റക്കല്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ട് നിന്റെ കൂടെ. ആവണി ചേച്ചി ഇരിക്കേ. ഇല്ല, ഇരിക്കുന്നില്ല. ഞാൻ അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ ചേച്ചി? മോഹൻ അഗൻസ്റ്റ് നമുക്കൊരു പോലീസ് കംപ്ലൈന്റ് ഫയൽ ചെയ്യണം. എന്തിന്? അമ്മ, മോഹൻ ചെയ്ത് വഞ്ചനാ കുറ്റമാണ്. അത് മാത്രമല്ല, ഇവക്ക് വന്ന എല്ലാ അപ്പോയിന്റ്മെന്റ് ലെറ്ററും അങ്ങേര് നശിപ്പിച്ചു. അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. IPC 477 സെക്ഷൻ. അത് പ്രകാരം 7 കൊല്ലം തടവ് അങ്ങേർക്ക് കിട്ടാനുള്ള വകുപ്പുണ്ട് അതിനകത്ത്. ഇത്രയും വലിയ വഞ്ചന ചെയ്ത മോഹനെ നീ വെറുതെ വിടരുതാവണി. ഇപ്പൊ നീ മുന്നോട്ട് വന്ന ഇതുപോലെ ചിന്തിക്കുന്ന ഭർത്താക്കന്മാർക്ക് ഒരു പേടി വരും. കൊടുക്കാൻ കേസ് കുറച്ചാൾ അയാൾ പോയി അകത്തെടുക്കട്ടെ. കേസൊന്നും വേണ്ട ചേച്ചി. അയാൾ എന്നോട് ചെയ്തത് ദ്രോഹം തന്നെയാ. പക്ഷെ ഇപ്പൊ അയാൾ ജയിലിൽ പോയാൽ അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നതും നഷ്ടം സംഭവിക്കുന്നതും എന്റെ മക്കൾക്കായിരിക്കും. ശരി, ആവണി പറയുന്ന പോലെ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പരിചയമുള്ള പോലീസുകാരെങ്ങനെ ഡിഡി കൊടുപ്പിക്കാൻ പറ്റുമോ? പോലീസുകാരൊക്കെ ഉണ്ട്. എന്താ, പൊട്ടിക്കണോ? അയ്യോ വേണ്ട, അതൊന്നും വേണ്ട ചേച്ചി. ഞാനൊരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങുവാണ്. ഇപ്പൊ എന്റെ മുന്നിൽ അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ശരിയാവണി, ഞാൻ ഇത് പറയാൻ വേണ്ടി വന്ന. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മറക്കണ്ട. ശരി, അമ്മ ഇറങ്ങുവാ. എന്നെ മനസ്സിലാക്കാൻ അവന് പറ്റാതെ പോയല്ലോ മോളെ. ആവണി, എന്നാ ഞാനും ഇറങ്ങാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്. നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ കയറി പോരുതെന്ന്. നീ പോടാ. പോടാന്നാ? അതെ, പോടാന്ന്. കൈ ധരിച്ചിരിക്ക. കൈന്ന് വാങ്ങിക്കണേ, നീ അത് കയറി പൊക്കോ. മോഹനേട്ടാ, ചായ വേണോ? വേണ്ട. അല്ല, ഉണ്ട്. ആ, എന്നാ പോരാ. ഇവിടെ ആരെങ്കിലും ചായ ഉണ്ടാക്കി വെച്ചേക്കുന്നോ? അഞ്ജു, ചായ വേണ്ടട്ടോ. അതെന്താ ഏട്ടാ, ചായ ഉണ്ടല്ലോ. ഇല്ല, ഞാൻ ഓഫീസിൽ നിന്ന് കുടിച്ചായിരുന്നു. അമ്മയല്ലേ വിളിച്ചത് ചായ കുടിക്കാൻ നിർബന്ധിച്ചത്? എന്റെ അമ്മ എന്നെ കുറ്റം പറയുന്നു. ആ, ഞാൻ പറയും. ചായ വേണോന്ന് ചോദിക്കേണ്ടത് എന്റെ മര്യാദ, വേണ്ടാന്ന് പറയേണ്ടത് അങ്ങേരുടെ മര്യാദ. നീ വേണേ കുടിച്ചിട്ട് പോ. പ്രകാശ, നിങ്ങളെ ഭാര്യയോട് മര്യാദക്ക് സംസാരിച്ച് ശീലിക്കാൻ പറയണം, കേട്ടല്ലോ? നിന്റെ അമ്മയാണ്. അത് എന്റെ കുറ്റാണോ? ആ, ഇപ്പൊ എനിക്ക് ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. കാന്താരി, ചായ കുടിച്ചോ. അമ്മ മിണ്ടരുത്. എന്നും ചായ കുടിക്കുന്ന ഒരു പതിവുകളുണ്ട് മാത്രം കൊണ്ടുവന്നതാ, അല്ലാണ്ട് നീ ചെയ്തൊന്നും മറന്നിട്ടല്ല. ഇതെന്താ തുണിയൊക്കെ ആയിട്ട്? ഇന്നു മുതൽ അവിടെ കിടക്കണേ. ഇവിടെ? അപ്പൊ അമ്മയാ? അമ്മ ഞങ്ങളെ റൂമിലോട്ട് ഷിഫ്റ്റ് ആയി. അപ്പൊ ഇവനെ ഇങ്ങോട്ട് തട്ടി. അപ്പൊ അമ്മയുടെ സാധനങ്ങളോ? കംപ്ലീറ്റ് ഷിഫ്റ്റ് ആക്കി. വാ, നമുക്ക് പോയി ബാക്കി ഡ്രസ്സും കൂടി എടുത്തിട്ട് വരാം.
മാളു എന്താ അച്ഛാ? നീ അമ്മേനോട് പറയുന്നു കോംപ്രമൈസാ. ഇപ്പൊ തൽക്കാലം അച്ഛൻ അമ്മയുടെ ഫ്രണ്ടിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. അല്ലല്ലോ അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? അത് അമ്മേനോടുള്ള ഇഷ്ടം കൊണ്ടാ. ഇഷ്ടമൊക്കെ കൂടിയാ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നേ? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മാളു. എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ അച്ഛനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്നെ വയലിനിസ്റ്റ് ആക്കണം എന്നല്ല അച്ഛന്റെ ആഗ്രഹം. അതെ എന്നെ വയലിൻ പഠിപ്പിക്കാൻ വിട്ടതും അച്ഛൻ തന്നെയാ, ആണോ? അതെ. ആ, അപ്പൊ എന്തെങ്കിലും ഞാൻ കല്യാണം കഴിച്ചാ എന്റെ ഹസ്ബൻഡ് പറയാ നീ വയലിലൊന്നും പ്ലേ ചെയ്യണ്ട, നീ ഒരു വീടിന്റെ സൈഡിൽ പോയിരിക്കാൻ പറഞ്ഞ അതാണെങ്കിലോ? അത് പറയാൻ അവനാരാ? അത്രേ ഉള്ളൂ. എന്റെ കാര്യം തീരുമാനിക്കാൻ അവന് അധികാരം ഇല്ലെങ്കിൽ അമ്മയുടെ കാര്യം ആര് തീരുമാനിക്കും? ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ